ഞാൻ ചിന്തിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ശ്രീ വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ അതീവ ഗൗരവതരമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ഒരു കളവ് പറഞ്ഞുകൊണ്ട് ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള അതിനു മുമ്പുള്ള കാര്യങ്ങളെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്തിനാണത് മറയ്ക്കുന്നത്? അപ്പോൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെ സ്വീകരിച്ചൊരു സമീപനമുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം പറയുന്നുണ്ട്, ഞാനുമായിട്ടോ മുഖ്യമന്ത്രിയുമായിട്ടോ ആരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും നടപടിയെടുക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ 2020 ഫോട്ടോസ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 2021 ഉണ്ട്, 20 അവിടെയാണ് മുഖ്യമന്ത്രി പറയുന്നത് 2023 ഇന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. ശ്രീ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരന്തരമായിട്ട് നുണകൾ മാത്രമാണ് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം സാധാരണ പറയുന്ന നുണകൾ പോലെയല്ല സ്ഥിതി. ഇത് സംസ്ഥാനത്തെ ബാധിക്കുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്, മയക്കുമരുന്ന് സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വലിയ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്ര വലിയ കള്ളങ്ങൾ പറയുന്നത്. ഇപ്പോൾ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ പറയുന്നു. അതിനു മുൻപുള്ള ചിത്രങ്ങൾ ഉടനെ തന്നെ വിതിൻ സെക്കൻഡ്സ് വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ വരികയാണ്, സമൂഹ മാധ്യമങ്ങളിൽ വരികയാണ്. അപ്പോൾ ചോദ്യം, എന്തിനാണ് ഒരു വലിയ നുണ പറഞ്ഞുകൊണ്ട് മുൻപുള്ള പരിചയത്തെയും അടുപ്പത്തെയും മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതൊക്കെയോ കാര്യങ്ങൾ ശ്രീ വി ഡി സതീശൻ മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളും OJ ജനീഷ് പറഞ്ഞ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ചേർത്ത് വെക്കാം. വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളും OJ ജനീഷ് പറഞ്ഞ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ചേർത്ത് വെക്കാം. എന്താണ് OJ ജനീഷ് ആദ്യം പറഞ്ഞത്? 7 ലക്ഷം പേര് ഉണ്ട് സംഘടനയിൽ. ആദ്യം അറിയില്ല എന്നുള്ളത് പറഞ്ഞു. ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനല്ല എന്ന് പറഞ്ഞു. ഇനി എങ്ങനെ പിന്നെ പിറ്റേ ദിവസം തിരുത്തി പറഞ്ഞു യൂണിറ്റിൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ്, പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട ഒരാളല്ല, സംസ്ഥാന നേതൃത്വത്തിന് നേരിട്ടറിവുള്ള ഒരാളല്ല എന്നുള്ളതാണല്ലോ ജനീഷിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയുടെ വസതിക്കുള്ളിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ ജന്മദിന കേക്ക് മുറിക്കുന്നതിനും അല്ലാതെയും, ഇപ്പോൾ എല്ലാ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാം, എന്താണ്, നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെ നമ്മളെ കാണാൻ വരുന്ന ഒരാൾ ഞാനൊരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കും. സെൽഫി എടുക്കണ്ട എന്ന് ഒരാളും പറയില്ല, അല്ലെങ്കിൽ അത് എടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിലൊക്കെ സെൽഫി എടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിൻ്റെ വീഡിയോ ഉണ്ട്, നിരന്തരമായിട്ട് കാണുന്നു.